ഡോൺ പാലാത്തറയുടെ ഫാമിലി എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നത്. ഈ ചിത്രം എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് അറിയത്തില്ല, പക്ഷേ കാണാത്തവരുണ്ടെങ്കിൽ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഹൈലി റെക്കമെൻഡഡ് സിനിമയാണ് ഫാമിലി. ഡോൺ പാലാത്തറയുടെ ഇതിന് മുമ്പത്തെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹൈലി റെക്കമെൻഡബിൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ വാല്യൂസ്, ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം, ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം, ഈ സിനിമയുടെ ക്യാരക്ടേഴ്സ്, ഈ സിനിമയുടെ രാഷ്ട്രീയം, ഈ സിനിമ അവസാനം പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ് ഈ ചിത്രം മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഫാമിലി എന്ന ചിത്രം ഒരു ഓഫ് ബീറ്റ് സിനിമയാണ്. അതുകൊണ്ട് നല്ല ക്ഷമാശീലമുള്ളവർ മാത്രമേ ഈ ചിത്രം കാണാവൂ. മാത്രമല്ല, നമ്മളൊരു കടുത്ത ദൈവവിശ്വാസിയാണെങ്കിൽ ഒരു പക്ഷേ ഈ ചിത്രം നിങ്ങൾക്ക് മുറിവേൽപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മുറിവേൽപ്പിച്ചേക്കാം. അതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇനി ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു മലയോര മേഖല അല്ലെങ്കിൽ ഒരു മലയോര ഗ്രാമം, അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഇടയ്ക്കിടയ്ക്ക് പുലി ഇറങ്ങുന്നുണ്ട്. പുലി ഇറങ്ങുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ വില്ലേജ് അല്ലെങ്കിൽ ഈ ഗ്രാമം കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വില്ലേജാണ് അല്ലെങ്കിൽ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിലേക്കാണ് പുലി വരുന്നത്. ഈ പുലി എന്താണ് എന്നുള്ളത് സിനിമയുടെ ഒടുക്കത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ. ഈ മൊത്തം സിനിമ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഒറ്റ ക്യാരക്ടറിലാണ്, സോണി. വിനയ് ഫോർട്ടാണ് സോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ടം, ഓരോ ഭാവം, അദ്ദേഹത്തിൻ്റെ പ്രകടനം കൊണ്ട് തന്നെ ഈ ചിത്രം നമ്മൾക്ക് കണ്ടിരിക്കാൻ പറ്റും. സോണി എന്ന വ്യക്തി പള്ളിയും തിരുസഭയുമായിട്ട് അതുപോലെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. നാട്ടുകാർക്ക് ഏതാവശ്യം വന്നാലും ഓടി ചെല്ലുന്ന, നാട്ടിലെ എന്താവശ്യം ഉണ്ടെങ്കിലും നടത്തി കൊടുക്കുന്ന, കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന, അതിനെല്ലാം ഉപരി സോണി ഒരു അധ്യാപകനാണ്. ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന വിഷയവും അതുതന്നെയാണ്. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ മനോവൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പുറത്തറിയുമ്പോൾ സമൂഹം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, സഭ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, വിശ്വാസം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, സഭയിലുള്ള മറ്റ് ആളുകൾ, മറ്റു വിശ്വാസികൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മളൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കും. അതേസമയം നമ്മൾ മതത്തിൻ്റെ കണ്ണിൽ കൂടി ഈ കുറ്റത്തെ നോക്കിക്കണ്ടാൽ, അത് എന്തു ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള പാപമായാലും, കൊലപാതകമായാലും, മോഷണമായാലും, വ്യഭിചാരമായാലും, പീഡനമായാലും, എന്തായാലും മതത്തിൻ്റെ കണ്ണിൽ നോക്കിക്കാണുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് മാനസാന്തരമായിരിക്കാം, അല്ലെങ്കിൽ കുമ്പസാരമായിരിക്കാം, അല്ലെങ്കിൽ ധ്യാനമായിരിക്കാം, അല്ലെങ്കിൽ തെറ്റ് ഏറ്റു പറയുന്നതായിരിക്കാം. അതേസമയം നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ കണ്ണിൽ കൂടി അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണിൽ കൂടി ഇത് നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പരിഹാരം കാണാൻ കഴിയുകയില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളുടെ നിയമം സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനെ രണ്ടിനെ ചോദ്യം ചെയ്യുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഫാമിലി എന്ന് പറയുന്നത്. അധികം പറയാത്തത് സ്പോയിലേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ ചിത്രത്തിൻ്റെ ഒടുക്കം വന്നു കഴിഞ്ഞാൽ ഒരു പുലിനെ ഒരു പെൺകുട്ടി കാണുന്നതും ആ പുലി ആ കാടിനുള്ളിലേക്ക് പോകുന്നതുമാണ്. അത് ഡയറക്ടർ എന്താണ് ആ രാഷ്ട്രീയത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള വന്യത, ഭീകരത അത് എങ്ങനെ മാറുന്നു അല്ലെങ്കിൽ എങ്ങനെ കുറയുന്നു എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ചിത്രത്തെപ്പറ്റി നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. താങ്ക് യു.